വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ നമുക്ക് രണ്ട് മാച്ചുകളെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് സത്താംപ്ടണും മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ബ്രെൻറ്റ്ഫോർഡും. ഓക്കെ, അപ്പോൾ രണ്ടിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതുപോലെ ചെൽസി മാച്ച് നടന്നിട്ടുണ്ട്. ചെൽസി 1 ഗോളിന് ജയിച്ചു, റയൽ മാഡ്രിഡ് 2 ഗോളിന് ജയിച്ചു, ലിവർപൂൾ 1 ഗോളിന് തോറ്റു. അതിലിപ്പോൾ ഞാൻ കണ്ടത് റയൽ മാഡ്രിഡിൻ്റെ മാച്ചാണ്. അത് സമയം കിട്ടുകയാണെങ്കിൽ എന്തായാലും സംസാരിക്കാം. മാച്ചിനെ കുറിച്ച് ജസ്റ്റ് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ 2 ഗോളിന് റയൽ മാഡ്രിഡ് ജയിച്ചു. 2 ഗോളും പെനാൽറ്റി ഗോളായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ മോശമില്ലാത്തൊരു പെർഫോമൻസ് പുറത്തെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. റയൽ സോസിഡാഡ് ഗോളിന് വേണ്ടി നല്ല രീതിക്ക് പുഷ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് 2-3 ഷോട്ട് അവരത് ബാറിലടിച്ച് പോയിട്ടുണ്ട്. അതുപോലെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരുപാട് സേവുകൾ തിബോട്ട് കോർട്ടുവ നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ റയലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാൻ പറ്റുന്ന റിസൾട്ടാണ്. കാരണം ഓൾറെഡി അവർ ലീഗിൽ കുറച്ച് പോയിൻ്റൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. സോ എങ്ങനെയും വിജയം നേടുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എംബാപ്പെ നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു പെനാൽറ്റി ഗോൾ നേടാൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ ഓപ്പൺ പ്ലേയിൽ ആൾ സൂപ്പറായിരുന്നു, നല്ല രീതിക്ക് അറ്റാക്ക് ഫ്യൂൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗോൾ മാത്രം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ വിനി 1 ഗോൾ നേടി. അർദ ഗ്യൂളറാണ് പെനാൽറ്റി വിൻ ചെയ്തത് വിനിക്കുള്ളത്. അപ്പം അങ്ങനെ ടോട്ടലി നല്ല ഒരു മാച്ചാണ് റയലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയിട്ടുള്ളത്. ലീഗിൽ ആശ്വസിക്കാൻ പറ്റുന്ന ഒരു മാച്ചാണ്. പോയിൻ്റൊന്നും ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നില്ല. എംബാപ്പയ്ക്ക് ഗോൾ നേടാൻ കഴിഞ്ഞു, വിനി ഗോൾ നേടാൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്ന് ഫസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാച്ചിലേക്ക് വരാം. അപ്പോൾ യുണൈറ്റഡിൻ്റെ മാച്ചിലേക്ക് വരുന്ന സമയത്ത് യുണൈറ്റഡിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് നോക്കുന്ന സമയത്ത് ഒനാനയുണ്ട്, അതുപോലെ ഡിലൈറ്റ് ഉണ്ട്, ലിസാൻഡ്രോ മാർട്ടിനസ് ഉണ്ട്, മെസറോയി ഉണ്ട്, ഡാലോ ഉണ്ട്. അതുപോലെ തന്നെ മിഡ്ഫീൽഡിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ മൈനു, അതുപോലെ എറിക്സൺ, ബ്രൂണോ ഫെർണാണ്ടസ്, വിങ്ങിൽ അമാദ് ഡയല്ലോ, റാഷ്ഫോർഡ്, പിന്നെ സ്ട്രൈക്കറായിട്ട് അവിടെ നമ്മുടെ സിർക്സിയൊക്കെയാണുള്ളത്. അപ്പോൾ യുണൈറ്റഡ് ആദ്യ ഗോൾ നേടുന്നവരെ ഏകദേശം പക്ക ആയിട്ട് മാച്ച് ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സത്താംപ്ടൺ ആയിരുന്നു. സത്താംപ്ടൺ ബോൾ നഷ്ടപ്പെടുത്താതെ ബോൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് അറ്റാക്സ് അവർ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതുപോലെ യുണൈറ്റഡിനെ ഒരു രീതിക്കും ബോൾ പാസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്യാൻ അവർ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അത്രയും വെൽ കോർഡിനേറ്റഡ് ആയിട്ട് അവർ പ്രസ്സിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസാണ് സത്താംപ്ടൺ നടത്തിക്കൊണ്ടിരുന്നത്. അതിലേറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാലോ ആണ്. ഡാലോൻ്റെ സൈഡിൽ കൂടെയാണ് ഒരുവിധം അറ്റാക്കൊക്കെ സത്താംപ്ടൺ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ആ ഒരു റൈറ്റ് മിഡ്ഫീൽഡറും റൈറ്റ് വിങ്ങറും റൈറ്റ് ബാക്കും കൂടി ചേർന്നിട്ട് കാര്യമായിട്ട് ഡാലോനെ ആട്ടി വിടുന്നുണ്ട്. ഒരു 18 വയസ്സുള്ള റൈറ്റ് വിങ്ങറാണ്, പേരെന്തോ ഡിംബ്ലറോ എന്തോ, ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പം അവർ സൂപ്പർ കളിയായിരുന്നു. പക്ഷേ യുണൈറ്റഡിൻ്റെ ഫസ്റ്റ് ഗോൾ വരുന്നത് ഡിലൈറ്റിലൂടെയാണ്. അപ്പോൾ ഫസ്റ്റ് ഗോൾ വരുന്നവരെ യുണൈറ്റഡ് ടോട്ടലി ഡൗൺ ആയിരുന്നു. ആ ഒരു സമയത്തെങ്കിലും ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ച പ്ലെയറായിരുന്നു അമാദ് ഡയലോടൊപ്പം തന്നെ ഡിലൈറ്റ് ഡിഫെൻസീവ്ലി സൂപ്പർ പെർഫോമൻസ് അതുവരെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഡിലൈറ്റ് വെൽ ഡിസർവിങ് ആയിട്ടുള്ളൊരു ഗോൾ നേടുന്നു. അങ്ങനെ യുണൈറ്റഡ് ആ ശ്വാസം വീണ്ടെടുക്കുകയാണ്. ഓക്കെ, ആ ശ്വാസം വീണ്ടെടുത്തതിന് ശേഷം അവർ പിന്നെ വെൽ കോർഡിനേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. മിസ്റ്റേക്കുകളൊന്നും വരുത്താതെ, ഇൻഡിവിജ്വൽ എറേഴ്സൊന്നും വരുത്താതെ അവർ സൂപ്പറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് 2 ഗോളാണ് അവർ ഫസ്റ്റ് ഹാഫിൽ നേടിയിട്ടുള്ളത്. പിന്നെ 1 ഗോൾ നേടുന്ന ആരാണ്? പിന്നെ 1 ഗോൾ നേടുന്നത് റാഷ്ഫോർഡാണ്. ഓക്കെ, റാഷ്ഫോർഡൊക്കെ കത്തി നിന്ന ഒരു മാച്ചാണ് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു മാച്ചിലെ പോസിറ്റീവ്സ് നോക്കുന്ന സമയത്ത് ഫസ്റ്റായിട്ട് പറയാനുള്ളത് ഒനാനയാണ്. ഒനാനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റായി കിട്ടുന്നൊരു മാച്ചാണത്. കാരണം ഒരു ക്ലീൻ ഷീറ്റ് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഈ സത്താംപ്ടൺ കത്തി നിൽക്കുന്ന ഈ സമയമുണ്ടല്ലോ, ആ ഒരു ഫസ്റ്റത്തെ ഒരു അരമണിക്കൂറോളം, ആ സമയത്ത് ഒരുപാട് ക്രൂഷ്യൽ സേവുകൾ അവിടെ ഒനാന നടത്തുന്നുണ്ട്. ഒരു സൂപ്പർ ഡൈവിങ് സേവ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഡാലോ ഒരു പെനാൽറ്റി കൺസീഡ് ചെയ്യുന്നുണ്ട് ഏകദേശം 20-25 മിനിറ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതും ഒനാന സൂപ്പറായിട്ട് സേവ് ചെയ്യുന്നുണ്ട്. ആ ഒരു പെനാൽറ്റി കൺസീഡ് ചെയ്യുന്നത് സത്താംപ്ടൺ ടോപ്പ് ഗിയറിൽ നിൽക്കുന്ന സമയത്താണ്. ഒരു പക്ഷേ ആ ബോളൊന്നും സേവ് ചെയ്യാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ മാച്ചിൻ്റെ ഡൈനാമിക്സ് തന്നെ മാറുമായിരുന്നു. ഒരു പക്ഷേ സത്താംപ്ടൺ അത് സ്കോർ ചെയ്തിരുന്നെങ്കിൽ. അപ്പോൾ അവിടെ ഒരു സൂപ്പർ സേവാണ് ഒനാന നടത്തിയിട്ടുള്ളത്. അദ്ദേഹം മിസ്റ്റേക്ക് വരുത്തുമ്പോൾ നമ്മൾ വിമർശിക്കാറുണ്ട്. അപ്പോൾ മൂപ്പരിങ്ങനത്തെ സൂപ്പർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്, അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒനാനനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രേറ്റ് മാച്ചാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. പിന്നെ യുണൈറ്റഡ് ആ ഫസ്റ്റ് ഗോൾ നേടിയതിന് ശേഷം ഒനാന കാര്യമായിട്ടൊന്നും ടെസ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എനിവേ അദ്ദേഹത്തിന് ഒരു ക്ലീൻ ഷീറ്റ് നേടാൻ കഴിഞ്ഞു, ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്, പ്ലസ് ഒരു പെനാൽറ്റി സേവ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത്
ടീമിൽ വെൽ ഫിറ്റായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പോസിറ്റീവ്. അദ്ദേഹം ഡിഫെൻസീവ്ലി ആൻഡ് ഒഫൻസീവ്ലി 2 ബോക്സിലും കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തുന്നുണ്ട്. ആൾ ഭയങ്കര കാമാണ് ഓൺ ദ ബോൾ. പിന്നെ ആൾക്കൊരു ഗോൾ നേടാൻ വേണ്ടി കഴിഞ്ഞു. സോ ഡിലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ല മാച്ചാണ്. ഇപ്പം യുണൈറ്റഡ് ഇപ്പം ലിവർപൂളിനെതിരെ വളരെ മോശം പെർഫോമൻസ് ഒക്കെ നടത്തി നമ്മൾ പറയുമ്പോൾ അപ്പോഴും ടീമിൽ കുറച്ച് ബെറ്ററായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന പ്ലെയർ എന്ന് പറയുന്നത് ഡിലൈറ്റാണ്. അപ്പോൾ ഡിലൈറ്റ് ഈ ഒരു സിസ്റ്റത്തിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, കറൻ്റ്ലി. പിന്നെ മെസറോയും നല്ല പെർഫോമൻസാണ് പുറത്തെടുക്കുന്നത്. അമാദ് ഡയലോക്ക് ആ ഒരു റൈറ്റ് സൈഡിൽ വേണ്ട സപ്പോർട്ട് എന്താണോ അത് മെസറോയി കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് പാസുകൾ കൊടുക്കുന്നുണ്ട്, വേണ്ട സമയത്ത് ഓവർലാപ്പിംഗ് റൺസ് നടത്തുന്നുണ്ട്, ബോക്സിലേക്ക് റൺസ് നടത്തുന്നുണ്ട്. അപ്പം അങ്ങനെ നല്ലൊരു പെർഫോമൻസ് മെസറോയിൻ്റെ സൈഡിൽ നിന്ന് എഗെയിൻ യുണൈറ്റഡ് ഫാൻസിന് കാണാൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ അമാദ് ഡയലോ വൺസ് എഗെയിൻ വിങ്ങിൽ സൂപ്പറായിട്ട് അദ്ദേഹം കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു അസിസ്റ്റും അദ്ദേഹം നൽകിയിട്ടുണ്ട്. റാഷ്ഫോർഡിൻ്റെ ഗോളിന് ആളാണ് അസിസ്റ്റ് നൽകിയതെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് റാഷ്ഫോർഡ് നല്ല ഫോമിലാണ് ഇപ്പോൾ ഇന്നലത്തെ മാച്ചിൽ കളിച്ചിട്ടുള്ളത്. ആൾക്കൊരു ഗോൾ നേടാൻ വേണ്ടി കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ റാഷ്ഫോർഡ് കൺസിസ്റ്റൻ്റായിട്ട് പോകണം. റാഷ്ഫോർഡ് എന്ന് പറഞ്ഞാൽ ഇൻകൺസിസ്റ്റൻസിൻ്റെ ആശാനാണ്. അപ്പം ആൾ കൺസിസ്റ്റൻ്റായി നിന്ന് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഫ്രണ്ട് ലൈനിലുള്ള യുണൈറ്റഡിൻ്റെ പല പ്രശ്നങ്ങളും സോൾവ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആൾ കൃത്യമായിട്ട് ടേക്ക് ഓൺ ചെയ്യാൻ മിടുക്കനാണ്. ആൾക്ക് ആ ഒരു പേസ് ഉണ്ട്. ആൾ ബോക്സിൻ്റെ അവിടേക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഇടിവിട്ട് ഷോട്ട് അടിക്കാൻ കെൽപ്പുള്ള മനുഷ്യനാണ്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗോൾസൊക്കെ നേടാൻ ആൾ മിടുക്കനാണ്. അപ്പോൾ ഇന്ന് നേടിയ ആ ഒരു ഗോൾ തന്നെ നമ്മൾ വിചാരിച്ചിട്ടില്ല. ആളിപ്പോൾ പെട്ടെന്ന് അവിടെ നിന്നൊരു ഷോട്ട് എടുക്കുന്നത് ഉള്ളിലേക്ക് കയറുന്നു. ആ ഒരു ഗോളിൽ ഉഗോചുക്കു ഒന്ന് പകച്ച് നിന്ന്, അപ്പോൾ ആ ഒരു ഗ്യാപ്പിലൂടെയാണ് ആ ഒരു ഗോൾ കയറുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ അദ്ദേഹം നല്ല പെർഫോമൻസാണ് നടത്തിയിട്ടുള്ളത്. പിന്നെയും ഒരുപാട് അറ്റംപ്റ്റുകളൊക്കെ ആൾ നടത്തുന്നതായിട്ട് കണ്ടു. പക്ഷേ ഫ്ലക്കൻ സൂപ്പറായിട്ട് ഫ്ലക്കൻ അല്ല, അവരെ ഗോൾ കീപ്പർ ആരാണ്? ഗോൾ കീപ്പർ അദ്ദേഹത്തിന് എനിക്കൊന്ന് 1-2 വട്ടം ഡെനി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്ലെയർ എന്നുള്ളത് സിർക്സിയാണ്. സിർക്സിൻ്റെ സ്റ്റൈൽ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ധാരണ കിട്ടിയിട്ടുണ്ടാവും, സിർക്സിനെ പരിചയമില്ലാത്ത ആൾക്കാർക്ക്. അപ്പം ആൾ കൗണ്ടറിൻ്റെ സമയത്തൊക്കെ എങ്ങനെയാണ് ടീമിൻ്റെ അറ്റാക്ക് ഫ്യൂൽ ചെയ്യുന്നത്, ആളുടെ പേസ്, ആളുടെ ഡ്രിബ്ലിങ്, ആളുടെ ക്വാളിറ്റി, പാസിങ്, എല്ലാതും ഈ ഒരു മാച്ചിൽ നോക്കുകയാണെങ്കിൽ ഗംഭീരമായിരുന്നു. ആൾ ഒരു ഗോൾ മിസ് ചെയ്തു. ആൾക്ക് നല്ലൊരു ഓപ്പൺ ചാൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ സത്താംപ്ടൻ്റെ പ്ലെയർ വന്ന് സൂപ്പറായിട്ട് സേവ് ചെയ്ത് പോകുന്നൊരു കാഴ്ചയാണ് ഉണ്ടായത്, ഡിഫൻഡർ. അപ്പം ആൾ ഒരു ഗോള് ഡിസർവിങ് ആയിരുന്നു, പക്ഷെ നേടാൻ വേണ്ടി കഴിഞ്ഞില്ല. ഓക്കെ, പക്ഷേ ആളുടെ പെർഫോമൻസ് ഫിനോമിനലാണ്. യുണൈറ്റഡ് ഫാൻസിനെ വല്ലാണ്ട് ബോധിച്ചിട്ടുണ്ട് ആളുടെ പെർഫോമൻസ്. ആൾ ആ ഒരു ഡീപ്പായിട്ട് വന്നിട്ട് ബോൾ എടുത്തിട്ട് വിങ്ങിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണെങ്കിലും എല്ലാം സൂപ്പറാണ്. അപ്പോൾ ആൾ ജസ്റ്റ് ഒരു സ്ട്രൈക്കർ എന്നതിൻ്റെ അപ്പുറം കുറേ കൂടി ടെക്നിക്കൽ എബിലിറ്റി ഉള്ള പ്ലെയറാണ്. നമ്മൾ ആളെക്കുറിച്ച് ഓൾറെഡി കുറേയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അതൊക്കെയാണ് യുണൈറ്റഡിൻ്റെ സൈഡിൽ നിന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ അവിടെ എറിക്സൺ ഉണ്ട്, ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട്. അവരൊക്കെ ഇനിയും ബെറ്റർ പെർഫോമൻസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഗോള് ഓഫ് കോഴ്സ് നേടാൻ വേണ്ടി കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരൊക്കെ ലെവൽ ഇനിയും മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഈ ഒരു സീസണിൽ. ടെൻ ഹാഗിൻ്റെ എനിക്ക് തോന്നുന്നു 3ാമത്തെ സീസൺ എങ്ങോനാണ്. അപ്പം അവരൊക്കെ കുറേ കൂടി, കാരണം അവർ ഈ സിസ്റ്റത്തിൽ ഇങ്ങനെ കളിച്ച് വന്നിട്ടുള്ള ആൾക്കാരാണ്, അവർ കുറേ കൂടി സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ എടുത്തു പറയേണ്ടത് ഗർണാച്ചോ ഒരു ഗോൾ നേടിയിട്ടുണ്ട്. ആൾ എഗെയിൻ ഒരു ഡീസൻറ്റ് ക്യാമിയോ നടത്തിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഗോളിന് എങ്ങനെയാണ് വഴിയൊരുങ്ങുന്നത്? ആ ഗോളിന് വഴിയൊരുങ്ങുന്നത് കസമീറോ കൊടുത്തൊരു സ്പ്ലിറ്റിംഗ് ബോളാണ്. അത് ഡാലോ എടുത്തിട്ടാണ് ഗർണാച്ചോക്ക് കൊടുക്കുന്നത്. ഗർണാച്ചോ അത് സൂപ്പറായിട്ട് ഫിനിഷ് ചെയ്യുന്നു. അപ്പം എന്താ പറയുക, ഈ ഒരു സിസ്റ്റത്തിൽ കാസമിറോൻ്റെ റോള് ലിമിറ്റഡായി വരും. കാരണം ആൾ ഓൺ ദ ബോൾ എത്രത്തോളം വൾണറബിളാണ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ആൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള അപ്പിയറൻസ് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഡാലോക്ക് ആ ഒരു അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം ഡാലോ ലെഫ്റ്റിൽ ഭയങ്കര സ്ട്രഗിളിങ് ആയിരുന്നു. പിന്നീട് മെസറോയിനെ വലിച്ചപ്പോൾ ആൾ റൈറ്റിൽ വന്ന് ഒരു അസിസ്റ്റ് നേടാൻ വേണ്ടി കഴിഞ്ഞു. ഓക്കെ, പിന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പോയിൻ്റ് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്തു, സെക്കൻഡ് ഹാഫിൽ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്തു. സോ യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാനും സന്തോഷിക്കാനൊക്കെ ഉള്ള വകയുണ്ട്. പിന്നെ മാനുവൽ ഉഗാർട്ടെ
ഗ്രൗണ്ടിലേക്ക് വരുന്നുണ്ട്. കുറേയൊക്കെ കാട്ടിക്കൂട്ടാനുള്ളൊരു ടൈമൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ഓക്കെ, പിന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ളത് ഈ സീസണിൽ പുതിയ സൈനിങ്ങുകളെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് യുണൈറ്റഡിൻ്റെ മാച്ചിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമുക്ക് സിറ്റിൻ്റെ മാച്ചിലേക്ക് പോകാം. സിറ്റി വേഴ്സസ് ബ്രാൻഫോർഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മാച്ചായിരുന്നു. ഗംഭീര മാച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു മാച്ചിലേക്ക് നമ്മൾ ജസ്റ്റ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫ് നോക്കുമ്പം ശരിക്കും ബ്രാൻഫോർഡ് സിറ്റിനോട് ഹെഡ് ടു ഹെഡ് പോയി അറ്റ് ഓൾ ലെവൽ. അത് ഷോട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ബോൾ പൊസഷൻ്റെ കാര്യത്തിലാണെങ്കിലും പാസ് കംപ്ലീഷൻ്റെ കാര്യത്തിലാണെങ്കിലും പാസിങ് ആക്യുറസിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരിക്കും ബ്രാൻഫോർഡ് കട്ടക്ക് നിന്നു നമുക്ക് പറയാം. അടിപൊളി പെർഫോമൻസാണ് അവർ സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പക്ഷേ സിറ്റി എവിടെയാണ് അതവിടെ നിൽക്കട്ടെ. സിറ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഫസ്റ്റത്തെ ഗോള് ശരിക്കും സിറ്റിൻ്റെ സൈഡിൽ നിന്ന് വന്നൊരു മണ്ടത്തരാണ്. അവിടെ നമ്മുടെ കെയിൽ വാക്കറിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്, ജോൺ സ്റ്റോൺസിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്, പിന്നെ എഡേഴ്സൺ അവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അത് വന്നിട്ട് വിസിയായിട്ടാണ് അടിച്ചു പോകുന്നത്. അങ്ങനെ 25 സെക്കൻഡോ 35 സെക്കൻഡോ അതിനെങ്ങാനുള്ളിൽ അവർ ഫസ്റ്റ് ഗോള് നേടുകയാണ്. ആ ഫസ്റ്റ് ഗോള് നേടിയതിന് ശേഷവും നിരന്തരം ബ്രെൻഫോർഡ് അറ്റാക്ക് നടത്തുന്നുണ്ട്. പക്ഷേ സിറ്റി ഫസ്റ്റ് ഹാഫ് തന്നെ 2 ഗോള് തിരിച്ചടിക്കുന്നുണ്ട്. ആരാണ് അടിക്കുന്നത്? എർലിംഗ് ഹാലൻഡാണ് അടിക്കുന്നത്. 2 ഗോളാണ് ആ മനുഷ്യൻ അടിച്ചിട്ടുള്ളത്. ഓൾറെഡി ഈ സീസണിൽ ആൾ ഗോൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈയൊരു ദിവസത്തെ ഗോളിന് പ്രത്യേകതകളുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഏറെ പ്രിയപ്പെട്ട, അദ്ദേഹം അങ്കിളെന്ന് വിളിക്കുന്ന അവരുടെ ഒരു ഫാമിലി ഫ്രണ്ട് അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പം അതിൻ്റെ മാനസിക വിഷമത്തിലിരിക്കുകയായിരുന്നു ഹാലൻഡിനോട് പെപ്പ് ഓൾറെഡി പറയുന്നുണ്ട് വേണമെങ്കിൽ ലീവ് എടുത്ത് പോകാം, കാരണം ഓൾവേസ് ഫാമിലി ഫസ്റ്റ് എന്നാണല്ലോ. അപ്പം അത്രയും ബന്ധമുള്ള ഒരാളാണ്. ഇപ്പോൾ നമ്മുടെ ഹാലൻഡിൻ്റെ മാഞ്ചസ്റ്റർ സിറ്റി റിവീലിൻ്റെ സമയത്താണെങ്കിലും ബാലൻഡിയോർ സെറിമണിയിലാണെങ്കിലും അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്ന ആളാണ്. അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ ലീവ് എടുക്കാൻ പെപ്പ് പറഞ്ഞ സമയത്ത് ഹാലൻഡാണ് ആ ഒരു കാര്യം നിരസിച്ചത്, കളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗ്രൗണ്ടിൽ വന്നു. ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൻ്റെ ഇടയിലും 2 ഗോൾ നേടിയിട്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ ഹാലൻഡിന് കഴിഞ്ഞിട്ടുണ്ട്. സോ ഹാലൻഡിൻ്റെ ഒരു മെൻറ്റാലിറ്റിയാണത് ചൂണ്ടിക്കാണിക്കുന്നത്. ആൾ നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്തു ഗോള് ആ മനുഷ്യന് സമർപ്പിക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഹാലൻഡ് പറയുന്നുണ്ട് തൻ്റെ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. ഹാലൻഡിൻ്റെ ഒരു മെൻറ്റാലിറ്റി നമുക്കറിയാം, ഐ ഡോണ്ട് കെയർ മെൻറ്റാലിറ്റിയാണ്, ഐ ഡോണ്ട് ഗിവ് എ ഫക്ക് മെൻറ്റാലിറ്റി. അതാണ് ആളെന്നെ പറയുന്ന ആളുടെ മെൻറ്റാലിറ്റി ആയിട്ട്. അത് കിട്ടിയിട്ടുള്ളത് ഈ ഒരു മനുഷ്യൻ്റെ അടുത്തു നിന്നാണ്, അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടു പോയ ഈ ഒരു സുഹൃത്തിൻ്റെ അടുത്താണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഹാലൻഡ് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു, 2 ഗോൾ നേടി. ഇനി പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് എന്താ പറയുക, ഹാലൻഡ് ഫസ്റ്റ് ഗോൾ നേടുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഗോള് എനിക്ക് തോന്നുന്നു ഒരു ഹെഡർ ഗോളാണ് അദ്ദേഹം നേടുന്നത്. പിന്നെ രണ്ടാമത്തെ ഗോളിലേക്ക് വരുന്ന സമയത്ത് ഒരു ഡയറക്റ്റ് ബോൾ എഡേഴ്സിൽ നിന്ന് വരികയാണ്. അതാണ് ഹാലൻഡിനെ പോലത്തെ ഒരു പ്ലെയർ ഉള്ളപ്പോൾ അവർക്ക് ഏത് ഫുട്ബോളും കളിക്കാൻ വേണ്ടി പറ്റും. അവിടെ ആ ഒരു ഡയറക്റ്റ് ബോൾ എഡേഴ്സിൽ നിന്ന് വരുന്ന സമയത്ത് കൃത്യമായിട്ടൊരു ഡിഫൻഡർ ഹാലൻഡിൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ വളരെ ബ്രില്യൻ്റായിട്ടാണ് ഹാലൻഡ് അദ്ദേഹത്തിൻ്റെ ബോഡി ചെയ്തുകൊണ്ട് തനിക്ക് ഗോളടിക്കാൻ വേണ്ട സ്പേസ് ഉണ്ടാക്കുന്നത്. ഒരു തവണ ഹാലൻഡ് ബോഡി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹാലൻഡിനൊപ്പം പിടിച്ചെത്തുക, ഓടിയെത്തുക, അല്ലെങ്കിൽ ഫിസിക്കലി മൂപ്പരെ കീഴ്പ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. അങ്ങനെ ഗംഭീരമായിട്ട് ആ ബോളെടുത്ത് ഹാലൻഡ് മുന്നോട്ട് പോകുന്നു. ഫ്ലക്കനെ കംപ്ലീറ്റ്ലി ഡിഫീറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഗോൾ നേടുന്നു. ഗംഭീര ഗോളായിരുന്നു അത്. ഓക്കെ, ഫസ്റ്റ് ഗോളിന് അസിസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഡിബ്രോയിനാണ്. കറക്റ്റ് ആ ഗോൾ എങ്ങനെ വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ 2 ഗോളാണ് ഹാലൻഡ് നേടിയിട്ടുള്ളത്. ആ 2 ഗോളിലാണ് ഇവർ വിജയിക്കുന്നതും. പക്ഷേ ഈ ഫസ്റ്റ് ഹാഫിലാണെങ്കിലും സെക്കൻഡ് ഹാഫിലാണെങ്കിലും നല്ല കോമ്പറ്റീഷന് ബ്രെൻഫോർഡിൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഒരുപാട് അറ്റംപ്റ്റുകൾ അവസാന മിനിറ്റ് വരെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്ലക്കനും അടിപൊളി പെർഫോമൻസാണ്. ഇപ്പോൾ സിറ്റിൻ്റെ സൈഡിൽ നോക്കുമ്പം സാവിഞ്ഞോ ആണെങ്കിലും ഗ്രീലിഷ് ആണെങ്കിലും ഡിബ്രൂയിനൊക്കെ ആണെങ്കിലും സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അക്കാൻജി എല്ലാം അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം സാവിഞ്ഞോൻ്റെ ഒക്കെ കേസ് പറയുന്ന സമയത്ത് അവിടെ റിയാദ് മെഹ്റസ് എന്ന് പറയുന്നൊരു പ്ലെയർ പോയപ്പം അവർക്ക് ഒരു മിനി മെഹ്റസിനെ തന്നെ കിട്ടി. ഒരു പോക്കറ്റ് ബോംബ് നമുക്ക് പറയാമല്ലോ, എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഡ്രിബ്ലർ, അൺഎക്സ്പെക്റ്റഡായിട്ട് ഷോട്ട് എടുക്കാൻ പറ്റുന്നൊരു പ്ലെയർ. അപ്പോൾ സാവിഞ്ഞോനെ അവർക്ക് ശരിക്കും കിട്ടിയൊരു ബ്ലെസ്സിങ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട പെർഫോമൻസ്, ഡിബ്രൂയിനെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഗ്രീലിഷ് അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. അതുപോലെ അക്കാൻജി അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റോൺസ് ആണെങ്കിലും
കെയിൽ വാക്കറൊക്കെ ആണെങ്കിലും ഫസ്റ്റ് ഗോൾ പോയതിൽ അവർ പ്രതികളാണ് എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ റിക്കോ ലൂയിസ് റൈറ്റിലല്ല ലെഫ്റ്റിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു സ്ട്രഗിൾ മൂപ്പർക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മിഡ്ഫീൽഡിൽ കോവാസിച്ച് ആണെങ്കിലും ഗുണ്ടോൻ ആണെങ്കിലും ഒന്നും അത്ര കൺവിൻസിങ് അല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അവർ കുറേ കൂടി സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്കമിങ് മാച്ചിലൊക്കെ സെറ്റായിട്ട് വരേണ്ട ഒരു സംഗതിയാണത്. ഓക്കെ, പിന്നെ നമ്മൾ മാച്ചിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് അത്ര കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. ഒരു ഗോളിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് ബ്രെൻഫോർഡ് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നോ രക്ഷ. അപ്പം ഇത്തരം സ്ട്രഗ്ലിങ് പീരിയഡിൽ ആരാണ് സിറ്റിയെ ഹെൽപ്പ് ചെയ്യുന്നത്? അത് ഹാലൻഡാണ്. ഹാലൻഡ് എന്ന് പറയുന്ന മോൺസ്റ്ററാണ്. അപ്പം ഹാലൻഡിനെ ഗോൾ പോസ്റ്റിന് മുന്നിൽ തടയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഹാലൻഡിനെ പറ്റി ഒരുപാട് കുറ്റങ്ങൾ പറയും. ഹാലൻഡിൻ്റെ ജനറൽ പ്ലേ മോശമാണ്, അങ്ങനെ ഒരുപാട് പണ്ഡിറ്റ്സൊക്കെ പറയാറുണ്ട്. അത് ശരി തന്നെയാണ്. പക്ഷെ അദ്ദേഹം ഗ്രാജ്വലി അതിൽ മെച്ചപ്പെട്ട് വരുന്നുണ്ട് പലതരത്തിലും. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം എന്നുള്ളത്, ഹാലൻഡിനെ ഏൽപ്പിച്ച പണി എന്താണ്? ബോൾ സ്ട്രൈക്ക് ചെയ്യുക. അതിൽ ഹാലൻഡിനെ കഴിച്ചിട്ട് മറ്റാരും ഉള്ളൂ. സ്ട്രൈക്കർ എന്നുള്ള നിലയിൽ ബോൾ പോസ്റ്റിലേക്ക് അടിച്ച് കയറ്റാൻ ഹാലൻഡിനെ കഴിഞ്ഞിട്ടേ ഇന്ന് ലോകത്ത് മറ്റൊരു മനുഷ്യനുള്ളൂ. ഹാലൻഡിൻ്റെ ഷോട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യാ അല്ലാഹ്, അത് വല്ലാത്ത സംഭവമാണ്. പക്ഷേ അദ്ദേഹം ബിഗ് മാച്ചിലേക്ക് വരുമ്പം ഇനിയും മെച്ചപ്പെട്ട രീതിയിൽ പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ പറയുന്ന കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ 2 മാച്ചിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.